ഇൻഫോടെക് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സത്യം പറഞ്ഞ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. കാരണം ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയുടെ തുടക്കം മാത്രമാണ് ഇന്നത്തെ വീഡിയോ. സംഭവം വേറെ ഒന്നുമല്ല, ഏകദേശം ഒരു 3 വർഷം മുമ്പ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2022 സെപ്റ്റംബർ 21-ാം തീയതി ഞാനും പ്രവീൺ മച്ചാനും കൂടിയിട്ട് ഒരു കിളിക്കൂട് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ്. അതായത് കിളിക്കൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കിളിക്കൂടല്ല, അത്യാവശ്യം കിളീനെയും പിന്നെന്താ പറയുക ഇങ്ങനെ എക്സോട്ടിക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂട് ഉണ്ടാക്കാനായിട്ട് പ്ലാനാക്കി. അപ്പോൾ ആ ഒരു 3 വർഷം മുമ്പുള്ള കഥയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ 2022 സെപ്റ്റംബർ 21-ാം തീയതി പ്ലാൻ ചെയ്ത് 22-ാം തീയതി നമ്മൾ കൂടുണ്ടാക്കുന്ന പരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ നോട്ട് ദ പോയിന്റ്, വർഷം 2022 സെപ്റ്റംബർ 22. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ആ ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒഴിവാക്കി എടുക്കണം കേട്ടോ. പുല്ല് വെട്ടലാണ് അടുത്ത പണി. നമ്മുടെ പുല്ല് വെട്ടിയ സ്ഥലത്ത് നമ്മളുടെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ച് പണി തന്ന കാരണം നമ്മൾ അവനെ കുറച്ച് നാളൊന്ന് മാറ്റിയിട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് എന്തായാലും നമുക്ക് വണ്ടി മാറ്റണം. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ വണ്ടി കൊണ്ടുവന്ന് നേരെ കെട്ടി വലിച്ച് നമ്മുടെ വണ്ടി താഴേക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടി കിടന്ന സ്ഥലം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് പുല്ല് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് പുല്ല് ചെത്തി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി അവിടെയുള്ള പണികൾ തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മളുടെ കാറ് എന്തായാലും നമ്മുടെ ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറ്റി. പക്ഷേ നമ്മൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഈ ഒരു പേരമരത്തിൻ്റെ കൊമ്പൊക്കെ ഇപ്പോൾ ഇറങ്ങൂട്ടെ. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുമ്പളങ്ങി ഉണ്ടായി കിടക്കാണ്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ച കുമ്പളങ്ങി ബീഫും സെറ്റാക്കാനായിട്ടുള്ള കുമ്പളങ്ങ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് മുള്ളുണ്ട്, അത് കൈമ കുത്തിക്കോളണേ. അപ്പോൾ അതേ ഫ്രീ ആയിട്ടൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ കുമ്പളങ്ങ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ പണികളൊക്കെ സ്പീഡാക്കി, കാരണം ഉച്ചയ്ക്കുള്ള കറിക്കുള്ളതായല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുല്ല് വെട്ടലും അതുപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞാലേ ബാക്കി പണികൾ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ കിളി എന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിൻ്റെയും കൂടാണ്. പണിയാനുള്ള കമ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ആ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത് കേട്ടോ, നമ്മൾ അടിച്ചുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷ് അധികം കള്ളിക്ക് അകലം വരാത്തതാണ്. അതായത് 1 ഇഞ്ച് കനം വരുന്നതാണ്. നമ്മുടെ കുഞ്ഞു കിളികളൊക്കെ ഇടുമ്പോൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഫ്രെയിം അല്ലാണ്ട് ചെറിയ ഇടയിലൊക്കെ വരുന്ന ആ ഒരു കള്ളികളില്ലേ, അതിന് വേണ്ടിയിട്ട് കണ്ട 1 ഇഞ്ചിൻ്റെ പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണി എടുത്ത് ചെയ്യുന്നത് നമ്മുടെ കുട്ടൻചേട്ടനാണ് കേട്ടോ. നമ്മുടെ മിക്കവാറും ഇൻഫോടെക്കിൽ വരുന്ന വെൽഡിങ് വർക്കുകളിൽ കൂടുതലും ചെയ്യുന്നത് കുട്ടൻചേട്ടനാണ്. അപ്പോൾ കുട്ടൻചേട്ടനാണ് നമ്മുടെ കൂട് മൊത്തത്തിൽ നമുക്ക് സെറ്റാക്കി തരാൻ പോകുന്നത്. ഇപ്പോൾ പണി ഇപ്പോൾ തുടങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. കുട്ടൻചേട്ടൻ എത്ര ദിവസം കൊടുക്കും നമ്മുടെ സംഭവം റെഡി ആവാനായിട്ട്? 2 ദിവസം ഉണ്ട്. 2 ദിവസം കൊണ്ട് തീരും? പണിക്കാരോട് ചോദിക്കണേ തീരോ നാറ്റിക്കോ? അപ്പോൾ അതെ നമ്മളുടെ ഈ ഫ്രെയിമിൻ്റെ ഒക്കെ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണി തുടങ്ങി എന്ന് പറയാം. ഫ്രെയിമിൻ്റെ പണികൾ ഇതേ പുരോഗമിക്കുകയാണ്. നട്ടുച്ച വെയിലത്താട്ടോ പണി നടക്കുന്നത്. കാരണം കുട്ടൻ ചേർന്ന ഒരു പണി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി സ്പീഡിൽ അത് ചെയ്തു തരും. അപ്പോൾ ഇതേ ഫ്രെയിമിൻ്റെ അടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പികൾ നമ്മളെടുത്തതൊക്കെ ഇതുമ്പോൾ നിറച്ച് ഓയിലായിരുന്നു കേട്ടോ. ഓയിലൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് ഇത് അടിച്ചു കൊടുക്കുകയാണ്, പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പെയിൻറ്. ഇനിയിപ്പോൾ ഫ്രെയിമിൻ്റെ പണികളൊക്കെ ആയിരിക്കുള്ളൂ അവിടെ. അപ്പോൾ നമ്മുടെ ഫ്രെയിമുകൾ അടിക്കുന്നത് ചെറിയ ചെറിയ കളികളായിട്ടാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടിന് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ തന്നെ മെഷൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊളച്ചിലൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ കള്ളികളായിട്ടാണ് കേട്ടോ നമ്മളുടെ ആ ഒരു കൂടിൻ്റെ സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. മച്ചന്മാരെ, അപ്പോൾ അതേ നമ്മളുടെ കിളിക്കൂടിൻ്റെ മുകളിലത്തെ ഭാഗം കേട്ടോ, അതായത് റൂഫ് വന്ന പീസാണത്. ഇത് നമ്മളിത് നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുകളിലേക്ക് വരുന്ന ഫ്രെയിമാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നെറ്റ് വെച്ചിട്ട് മൂടാനുള്ള ഫ്രെയിം അപ്പുറത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ വരാം. കുറച്ചുകൂടി ക്ലീനിങ് പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഇപ്പോൾ 4 മൂലയ്ക്ക് കുഴി ഉണ്ടാക്കിയിട്ട് അതുമേന്ന് നമ്മുടെ തൂണ് വെച്ച് ഇത് മുകളിലേക്ക് പൊക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 മൂലയ്ക്ക് നമ്മൾ കുഴി കുത്തിയിട്ട് ഇത് പൊക്കി അങ്ങോട്ട് മുകളിലേക്ക് കയറ്റും. വലിയ കുഴിയല്ല കുത്തണേ, നല്ല ആഴത്തിൽ വയ്ക്കുമോ കമ്പി? 1 അടി ആഴത്തിൽ വയ്ക്കുമല്ലേ, കോൺക്രീറ്റ് ചെയ്യുന്നുള്ളത്. ഒരു സൈഡിൽ നമ്മൾ കുഴി കുത്തി കമ്പി കുഴിച്ചിടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അതേ അടുത്ത പണികൾ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ അടിച്ച ഫ്രെയിമിലേക്ക് മെഷ് വെച്ച് വെൽഡ് ചെയ്ത് അതേസമയം തന്നെ അപ്പുറത്ത് പെയിൻ്റ് അടിച്ച് അങ്ങനെ പട്ടപ്പെട്ടാന്ന് കേട്ടോ പണികൾ നടക്കുന്നത്. മെഷിൻ്റെ റോള് തന്നെ ഒരുപാടുണ്ട്.
അപ്പോൾ മച്ചാന്മാരെ ഇത് ഈ കാണുന്ന ഈ ഒരു കള്ളിയുടെ ഉള്ളിൽ നമ്മൾ നെറ്റ് അടിച്ചേക്കാണ് കേട്ടോ. ഈ ഒരു സൈഡ് കൊണ്ടുപോയി അവിടെ നേരെ ചാർത്തി വെച്ച് അത് ടാക്ക് അടിച്ച് വെക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് കൂട് ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പല പല പീസുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചേട്ടന്മാർ ഓരോന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെയിന്റ് അടി ഇവിടെ നടക്കുമ്പോൾ അവിടെ കാല് ഉറപ്പിക്കാനുള്ള കോൺക്രീറ്റ് കൂട്ടൽ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രൽ പിടിക്കണം അല്ലേ. ഓക്കെ, നമ്മുടെ വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല. അപ്പോൾ നമ്മളുടെ കണ്ട ഇങ്ങനെയാണ് പൊന്തിച്ച് നിർത്തണേട്ടോ ഇത്. ഇനി ഇത് നമ്മുടെ സ്പീഡ് ലെവലൊക്കെ വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി അങ്ങനെ പണിത് പോകും. അപ്പോൾ നമ്മളുടെ കണ്ട ഒരു ഫുൾ വാൾ അങ്ങനെ തന്നെ പണിതിട്ട് ഇവിടെ വെച്ച് സെറ്റ് ചെയ്തേക്കാട്ടാ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതേ കണ്ട ഇപ്പുറം ഇങ്ങനെ ഓരോ പീസുകൾ വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മുടെ മേൽക്കൂര. നമ്മൾ കണ്ട ഇത്രയും ഭാഗം പൊഴിഞ്ഞ് കിടക്കുകയാണ്. ആ മേൽക്കൂരയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഇതിന് ശേഷം നടന്ന പണികളൊക്കെ പടപടാന്നായിരുന്നു കേട്ടോ. അതായത് നേരെ മെഷ് പെയിന്റ് അടിച്ച ആ ഒരു സ്ട്രക്ചർ അതേപോലെ തന്നെ നേരെ കയറ്റിയെടുത്തേക്കാണ്. കാരണം നമ്മൾ ഇന്ന് കാലത്ത് അടിച്ച പെയിന്റാണ് ഈ മെഷുമ്പേ ആ ഒരു ടൈമിൽ തന്നെ ഉണങ്ങി ഒന്ന് വന്ന ടൈമിൽ തന്നെ മൊത്തം ഫ്രെയിമുമേക്ക് ആ ഒരു മെഷ് കയറ്റി വെച്ചേക്കാണ്. അങ്ങനെ കൂടിന്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 ദിവസം അത് ഉണങ്ങാനായിട്ട് നമുക്ക് ടൈം കൊടുക്കേണ്ടി വന്നു. അത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാം അല്ലേ. ഇനിയിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ സെറ്റിംഗ് ആണ്. അത് നമ്മുടെ കിളിക്കൂടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും 2 ഡോർ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരു ഡോർ തുറന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പക്ഷി മൃഗാദികളൊക്കെ ഓടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡബിൾ ഡോർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഡോർ നമ്മൾ തുറന്ന് ഉള്ളിൽ കയറിയിട്ട് അത് അടച്ചിട്ട് അടുത്ത് തുറക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൊരു മേൽക്കൂരയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാത്ത് നമ്മളിരുന്ന കൂടിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പണികൾ തീർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ 3 വർഷം നമ്മൾ കാത്തിരുന്നിട്ട് ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം? അതും ഇതുവരെ നമ്മളിങ്ങനെ ഒരു കൂട് പണിയുന്നതോ കൂട്ടിൽ സാധനങ്ങൾ ഇട്ടതോ കിളികളെയോ പക്ഷികളെയോ മൃഗാദികളെയോ ഇട്ടതായിട്ട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം? അപ്പോൾ നമ്മുടെ കൂടെ എന്തായി, കൂടിന് എന്ത് പറ്റി, കൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ലേ, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും ലാഗാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം പറയാനുള്ള വലിയ കഥകളുണ്ട് അതിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 3 വർഷം മുമ്പുള്ള ഈ ഒരു വീഡിയോയ്ക്ക് ഞാനിപ്പോൾ ഔട്ട്രോ പറയാനായിട്ട് പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർ വീഡിയോസ് അടുത്ത തന്നെയായിട്ട് വരും. നമ്മളുടെ കിളിക്കൂട് എന്തായാലും ശുഭാവസാനത്തിലേക്ക് നമ്മൾ എത്തിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ കിളിക്കൂട് വീഡിയോൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ ചറപറ എന്ന് നമ്മുടെ എംഫോടെക് ബ്ലോഗിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തുടരും. ബൈ.